ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഒത്തിരി സന്തോഷത്തിലാണ് കേട്ടോ. കാരണം നമുക്ക് അഡീനിയം പ്ലാന്റ്സ് ഒത്തിരി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും, ഈ ഔട്ട്ഡോറിലൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഞാൻ ഇതിനു മുമ്പ് അങ്ങനെയൊക്കെയാണല്ലോ ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് ഒത്തിരി വെറൈറ്റികൾ വന്നിട്ടുണ്ട്. അതിൽ 6 വെറൈറ്റികൾ നമ്മൾ കോംബോ ആയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ 6 വെറൈറ്റിക്ക് 1350 രൂപ, 1350 ആണ് റേറ്റ് വരുന്നത്. നല്ല അഫോർഡബിൾ റേറ്റ് ആണ്. അപ്പോൾ ഒത്തിരി പേര് അഡീനിയം അന്വേഷിച്ച് നടക്കുന്നവരുണ്ടല്ലോ, നമ്മളോട് കോംബോ ചെയ്യ്. നമ്മൾ ഈ അഡീനിയം കൂടുതൽ കൊണ്ടുവരുമ്പോൾ കോംബോ ആയിട്ടാണല്ലോ നമ്മൾ കൊണ്ടുവരാറ്. അപ്പോൾ എപ്പോഴും പറയുന്നത് കോംബോ ആയിട്ട് പ്ലാന്റ്സുകൾ ഒന്ന് സെറ്റ് ചെയ്ത് തരാനായിട്ട്. അപ്പോൾ അത് നല്ല വെറൈറ്റികളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഞാൻ എപ്പോഴും അഡീനിയം വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ പറയുന്നതാണ്, അഡീനിയം പ്ലാന്റ്സ് ആണ്, നമുക്ക് ഇല കൊഴിയാനും പൂക്കൾ കൊഴിയാനും സാധ്യതയുണ്ട്. 90% പ്ലാന്റ്സിലും പൂക്കളും ബഡ്സൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. എന്നാലും ഈ ചൂടൊക്കെയുള്ള സമയമല്ലേ, നമ്മൾ പ്ലാന്റൊക്കെ എടുക്കുമ്പോഴത്തേക്കും ചിലപ്പോഴൊക്കെ ഇലകൾ കൊഴിയാനൊക്കെ ട്രാൻസ്പോർട്ടേഷനിലൊക്കെ സാധ്യതയുണ്ട്. അത് കോമൺ കാര്യമാണ് കേട്ടോ. അതുകൊണ്ട് അതൊരു ടെൻഷൻ എടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾ പ്ലാന്റ്സ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇതൊക്കെ വന്നോളൂ കേട്ടോ, ഇലകളും ഇതൊക്കെ വന്നോളൂ. അടുത്ത വീടിൻ്റെ വീട് പണിയാണ് കേട്ടോ, ഔട്ട്ഡോറിൽ. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഈ ഷൂട്ട് ചെയ്യാത്തത്. സൗണ്ട് കേൾക്കണ്ടാവും എന്ന് വിചാരിക്കുന്നു, സോറി കേട്ടോ. അപ്പോൾ അതാണ് ആദ്യത്തെ കാര്യം പറയാനുള്ളത്. പിന്നെ എന്താ പറയാനുള്ളത് നമുക്ക് അഡീനിയം പ്ലാന്റ്സിൻ്റെ കാര്യം? പോട്ട്സ് ഉണ്ടാവില്ല കേട്ടോ. പോട്ട് മാറ്റിയിട്ടായിരിക്കും നമ്മൾ പ്ലാന്റ്സുകൾ വിടുക. പിന്നെ എന്തെങ്കിലും സംശയങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കാണിക്കുമ്പോൾ നിങ്ങളുടെ പൂക്കളുടെ ആ ക്ലാരിറ്റി നമ്മൾ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ കറക്റ്റായിട്ട് കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫോട്ടോകൾ നമ്മൾ കാറ്റലോഗിൻ്റെ കോംബോ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ കളറുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ, ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇപ്പോൾ അഡീനിയം പ്ലാന്റ്സ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് ആദ്യമായിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുന്നവരുണ്ടാവും. അവർക്ക് എന്തെങ്കിലും സംശയങ്ങൾ അഡീനിയം വളർത്തുന്ന കാര്യത്തിലൊക്കെ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ, ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. എപ്പോഴും ഞാൻ അവൈലബിൾ ആണ്. മറ്റുള്ളവർ പറയുന്ന പോലെ അല്ല, ഞാൻ വാട്സപ്പിൽ എപ്പോഴും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാം കേട്ടോ. ബാക്കി വേറെ കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് തോന്നണേ. 1350 ആണ് കേട്ടോ റേറ്റ് വരുന്നത്. 1350 പ്ലസ് കൊറിയറാണ് വരുന്നത്. DTDC വഴിയാണ് നമ്മൾ പ്ലാന്റ്സുകൾ അയക്കുക കേട്ടോ. ഇനി ബാക്കിയൊന്നും ഇല്ല എന്ന് തോന്നണം. അപ്പോൾ നമുക്ക് ചെടികൾ കണ്ടാലോ? എന്താ പിന്നെ വേറൊരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, നമ്മൾ അഡീനിയം മാത്രമല്ലല്ലോ സെയിൽ ചെയ്യുന്നത്, ബാക്കി പ്ലാന്റ്സുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അഡീനിയം എടുക്കുമ്പോൾ അഡീനിയം മാത്രമായിട്ടായിരിക്കും കേട്ടോ നമ്മൾ പാക്കറ്റിൽ വിടുക. ബാക്കിയുള്ള പ്ലാന്റ്സുകൾ വേറെ പാക്കറ്റിലായിരിക്കും, അങ്ങനെയായിരിക്കും വിടുക. ഞാൻ എപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. കാരണം അഡീനിയം നമ്മൾ പാക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കോഡക്സുകളും സംഭവങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ പ്ലാന്റ്സുകളാക്കിയിട്ട് മുട്ടിലും തട്ടിലൊക്കെ ഉണ്ടായിട്ട് കോഡക്സ് ഒന്നും ചീഞ്ഞു പോകാൻ ഒരു കാരണവശാലും നമ്മൾ അനുവദിക്കില്ല. അതുകൊണ്ട് തന്നെ രണ്ട് രീതിയിലാണ് നമ്മൾ പാക്കിംഗ് ഒക്കെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അഡീനിയം ഒറ്റയ്ക്ക് തന്നെ, അത് അഡീനിയം കോംബോ ആയിട്ട് അത് അങ്ങനെ ഒരു പാക്കിങ്ങും, അതല്ലാത്ത പ്ലാന്റ്സുകൾ അങ്ങനെയും ആയിരിക്കും കേട്ടോ, വേറെ ആയിരിക്കും നമ്മൾ സെറ്റ് ചെയ്തിട്ട് അയക്കുക കേട്ടോ. അപ്പോൾ ആ കാര്യവും പ്രത്യേകം ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ചെടികളൊക്കെ കണ്ടാലോ? ഇതാണ് നമ്മുടെ ആദ്യത്തെ വെറൈറ്റി. ഒരു മഞ്ഞയും പിന്നെ നടുക്ക് ഒരു മജന്തയുടെ ലൈൻസും കൂടെ വരുന്ന പ്ലാന്റുകളാണ് കേട്ടോ. നല്ല മനോഹരമായിട്ടുള്ള പ്ലാന്റുകളാണ്. നമ്മളുടെ മജന്ത വെറൈറ്റികൾക്കാണ് കൂടുതൽ എപ്പോഴും പൂക്കൾ ഉണ്ടാവുന്നത്. യെല്ലോ ഷെയ്ഡിന് മഞ്ഞേനെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും പൂക്കൾ കുറവായിരിക്കും. എന്നാലും പൂക്കളുള്ള പ്ലാന്റുകളൊക്കെ തന്നെയാണ് കേട്ടോ നമ്മൾ സെയിൽ ചെയ്യുന്നത്. ഇതാണ് ഒരു പ്ലാന്റിൻ്റെ സൈസൊക്കെ വരുന്നത്. നമ്മുടെ കയ്യിലുള്ള അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റിൻ്റെ സൈസുകളാണ് ഇതായി കാണിക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയുള്ള പ്ലാന്റുകളാണ്. നമുക്ക് മജന്ത ഷെയ്ഡിൻ്റെ കൂട്ടത്തിലൊക്കെ യെല്ലോ ഷെയ്ഡും കൂടെ മിക്സ് ചെയ്തൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഗാർഡൻ നല്ല മനോഹരമാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അടുത്ത വെറൈറ്റി, രണ്ടാമത്തെ വെറൈറ്റി ഇതാണ്. ഇതൊരു മൾട്ടി പെറ്റലാണ് കേട്ടോ. ഇതൊരു വയലറ്റും പിന്നെ മജന്തയും ഒക്കെ ചേർന്നിട്ടുള്ളൊരു കോമ്പിനേഷനാണ്. നല്ല എന്താ കളർന്ന് അതിന് പറയാൻ പറ്റില്ല, നല്ല ഭംഗിയുള്ളൊരു കോമ്പിനേഷനാണ് കേട്ടോ. ഇതിൻ്റെ പൂക്കളുടെ അതിൻ്റെ മൊട്ടുകൾക്ക് പ്രത്യേകതയുണ്ട്. മൊട്ടുകൾ നല്ല വലിപ്പമുള്ള മൊട്ടുകളായിരിക്കും. അതുപോലെ തന്നെ പൂക്കൾ ഉണ്ടാകുമ്പോഴത്തേക്കും അതിൻ്റെ കനം കൊണ്ട് തന്നെ ഈ പൂക്കൾ ഇങ്ങനെ താഴേക്കായിട്ടായിരിക്കും അതിൻ്റെ പൂക്കൾ നിൽക്കുക കേട്ടോ. നല്ല രസമുള്ള ഒരു വെറൈറ്റി തന്നെയാണ്. മൾട്ടിപെറ്റൽ ആയതുകൊണ്ട് എപ്പോഴും നമുക്ക് പൂക്കളൊക്കെ തരുന്ന വെറൈറ്റികൾ തന്നെയാണ്. ഇതാണ് അതിൻ്റെ പ്ലാന്റിൻ്റെ ഒക്കെ സൈസ് വരുന്നത്. അടുത്ത വെറൈറ്റി വരുന്നത് ഇതാണ്. ഇതൊരു റെഡും പിന്നെ വൈറ്റും കൂടെ ചേർന്നിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. ഇത് നിങ്ങൾക്ക് പൂക്കളുടെ കാര്യത്തിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, കളറിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കാറ്റലോഗിൽ ഒന്ന് സ്ലൈഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കളറുകൾ കറക്റ്റായിട്ട് അറിയാൻ പറ്റും കേട്ടോ. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ, ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. എന്തെങ്കിലും സംശയങ്ങളോ ചെടികൾ വളർത്തുന്ന കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ. ഇതാണ് ഇതിൻ്റെ കളർ വരുന്നത്. ഈ റെഡും വൈറ്റും കൂടെ ചേർന്നുള്ള കോമ്പിനേഷൻ നല്ല രസമാണ് കാണാനായിട്ട്. നല്ല ഭംഗി അതിൻ്റെ ആ ഒരു പാറ്റേൺ വരുന്നത്.
അടുത്ത കളർ ഇതാണ്. ഇതൊരു റെഡും വൈറ്റും കൂടെ ചേർന്നിട്ടുള്ള മൾട്ടി പെറ്റലാണ് വരുന്നത്. കളറുകൾ തമ്മിൽ ഇത് പാറ്റേണുകളൊക്കെ വ്യത്യാസമുണ്ട് കേട്ടോ. ഇത് എപ്പോഴും പൂക്കൾ ഉണ്ടാവുന്ന നിറയെ പൂക്കൾ ഇങ്ങനെ പിടിക്കുന്ന പ്ലാന്റുകളാണ്. ചില പ്ലാന്റുകളിൽ നിറയെ പൂക്കൾ പിടിക്കും, ചിലതിൽ ഒന്നോ രണ്ടോ പൂക്കളായിട്ടായിരിക്കും പിടിക്കുക. പക്ഷെ ഇതിൽ ഇപ്പം ഈ വെറൈറ്റിയിൽ കാണുന്നില്ല, നിറയെ പൂക്കൾ എപ്പോഴും ഇങ്ങനെ പിടിച്ച് മുട്ടുകൾ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. 4-5 മുട്ടുകൾ ഇങ്ങനെ വിരിയാൻ നിൽക്കുന്ന രീതിയിലായിരിക്കും. നമ്മുടെ കൊല കുത്തി നിൽക്കുന്ന വെറൈറ്റികൾ അങ്ങനെ പോലെ ആയിരിക്കും. നമ്മുടെ റോസാപ്പൂക്കൾ പോലെ തന്നെ ഉണ്ടല്ലോ, ഇത് ഡെസേർട്ട് റോസ് എന്ന് തന്നെയാണല്ലോ പറയുന്നത്. അപ്പം അതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള പ്ലാന്റുകളാണ്. ഇത് അടുത്ത വെറൈറ്റി ഇതാണ്. ഇത് ഒരു നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ്. അതിൻ്റെ ആ ലൈൻസ് കണ്ടോ, ഒരു ലൈൻസ് പാറ്റേൺ വരുന്നത്. ഒരു റെഡും ഒരു അതിൻ്റെ ഉള്ളിൽ ആ നല്ലോണം സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഒരു യെല്ലോയും ഒക്കെ കൂടെ ചേർന്നിട്ട് പിന്നെ ഒരു ലൈൻസ് പോലെ. ഇതും നന്നായിട്ട് പൂക്കൾ പിടിക്കുന്ന പ്ലാന്റുകൾ തന്നെയാണ്. നമ്മുടെ യെല്ലോ ഷെയ്ഡിനും ഒക്കെയാണ് കുറച്ച് ഈ വെറൈറ്റികളെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും കുറച്ച് പൂക്കൾ പിടിക്കാത്തത് കുറവ്. പിടിക്കാത്തതല്ല, അങ്ങനെ അതിൻ്റെ ഇതങ്ങനെയാണ്. ഓരോരോ പ്ലാന്റിനും ഓരോരോ പ്രത്യേകതകളുണ്ടല്ലോ. അപ്പം ഇങ്ങനെ കൊല കുത്തി പൂക്കൾ പിടിക്കാത്ത പ്ലാന്റുകളുണ്ട്, ഒത്തിരി ഇങ്ങനെ പൂക്കളായിട്ട് വരുന്ന പ്ലാന്റുകളുണ്ട്. ലാസ്റ്റ് വെറൈറ്റി ഇതാണ്. ഇതൊരു ഡബിൾ പെറ്റലാണ്. നമ്മൾ ഇത്രയും നാൾ നേരത്തെ കാണിച്ചത് മൾട്ടി പെറ്റലായിരുന്നു. ഇത് ഡബിൾ പെറ്റലായിട്ട് വരുന്നതാണ്. എല്ലാം ഗ്രാഫ്റ്റഡ് പ്ലാന്റുകൾ തന്നെയായിരിക്കും കേട്ടോ. നല്ല കരുത്തുള്ള നല്ല അടിപൊളി പ്ലാന്റുകൾ തന്നെ നമ്മൾ സെയിൽ ചെയ്യുന്നത്. നമ്മൾ ഇതിനു മുമ്പ് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചേക്കണവർക്കൊക്കെ അറിയാലോ, നമ്മൾ അഡീനിയം ചെയ്യുമ്പോഴത്തേക്കും നല്ല സപ്പോർട്ടാണ് എല്ലാവരുടെയും കയ്യിൽ നിന്ന് നമുക്ക് കിട്ടാറുള്ളത്. അപ്പം അതുപോലെ തന്നെ ഈ പ്രാവശ്യവും എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കേട്ടോ. നല്ല രസമുള്ള അടിപൊളിയായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന പ്ലാന്റുകളാണ് അഡീനിയം പ്ലാന്റ്സ് അല്ലോ. അപ്പോൾ ഈ വേനൽക്കാലത്ത് അഡീനിയം ഒക്കെ വളർത്തി നല്ല ഭംഗിയാക്കി ഗാർഡനൊക്കെ സെറ്റ് ചെയ്തോളൂ കേട്ടോ. പ്ലാന്റ്സുകളൊക്കെ കണ്ടുവല്ലോ. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഈ പ്രാവശ്യത്തെ കോംബോ നമ്മൾ സെറ്റ് ചെയ്തേക്കണേ. അപ്പം പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഒക്കെ ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സുകൾ തന്നെയാണ് കേട്ടോ. ഗ്രാഫ്റ്റഡ് അല്ലാത്ത ഒരു പ്ലാന്റ്സുകളും നമ്മൾ സെയിൽ ചെയ്യുന്നില്ല. അതിന് വിത്തിട്ടിട്ടാണെങ്കിലും മുളപ്പിച്ചാൽ മതിയല്ലോ അല്ലാത്ത പ്ലാന്റ്സുകൾ. നമ്മളെല്ലാം ചെയ്യുന്നത് ഗ്രാഫ്റ്റഡ് നല്ല അടിപൊളി പ്ലാന്റ്സുകൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. വേഗം ഓർഡർ പ്ലേസ് ചെയ്തോളൂ കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.